പഞ്ചാബിൽ ഖനൌരിയിൽ നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന് വൈദ്യസഹായം നൽകുന്നതിന് പഞ്ചാബ് സർക്കാരിന് അനുവദിച്ച സമയം നാളെ അവസാനിക്കുകയാണ്. കർഷക സമരം വർഷങ്ങളായി നിലനിൽക്കുന്നു. പഞ്ചാബിന്റെ അതിർത്തിയിൽ കഴിഞ്ഞ വർഷങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനത്തിനോ ഒരു ചർച്ചയ്ക്കോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു മാസമായി ദല്ലേവാൾ ഈ നിരാഹാര സമരം തുടരുകയാണ്. ഈ സമയം നീട്ടി നൽകണമെന്ന പഞ്ചാബ് സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച നടത്താൻ തയ്യാറായാൽ വൈദ്യസഹായം സ്വീകരിക്കാമെന്ന കർഷകരുടെ ആവശ്യവും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകുന്നത് ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷാണ്. സ്വാതി, കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നു മാത്രമല്ല, അവർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലാത്ത ഒരു നിഷേധാത്മകമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുവെന്ന വിമർശനമാണ് കർഷകർക്കുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കർഷക സമരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദല്ലേവാളിന്റെ നില ഈ തരത്തിൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു, പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്നു. അതിൽ പഞ്ചാബ് സർക്കാരിന് കോടതി വിമർശനം ഉണ്ടായിട്ടും അതിൽ അടിയന്തരമായൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടിയാണ്. നാളെ ഈ സമയം അവസാനിക്കുമ്പോൾ എന്താണ് പഞ്ചാബ് സർക്കാരിന്റെ നിലവിലെ നിലപാട്? നിരവധിയായിട്ടുള്ള തവണ ഈ കർഷകർ ഇതേ ആവശ്യങ്ങൾ സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കർഷകരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് കർഷകർ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചാബിലടക്കം വലിയ ഒരു ബന്ദിന് ആഹ്വാനം ചെയ്യുകയും അത് വളരെ ശാന്തമായി തന്നെ ആ ബന്ദ് അവസാനിക്കുകയും ചെയ്യുന്ന കാഴ്ച തന്നെയായിരുന്നു. ഇന്നലെയാണ് ഈ ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വീണ്ടും ഈ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. നേരത്തെ തന്നെ ദല്ലേവാളിന് ഉടൻ വൈദ്യസഹായം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം പഞ്ചാബ് സർക്കാരിന് നൽകിയിരുന്നു സുപ്രീം കോടതി. എന്നാൽ ആ ദിവസം സമയ കാലാവധി ഇന്നലെ അവസാനിക്കുമ്പോൾ ആ കേസ് വീണ്ടും പരിഗണിക്കുകയായിരുന്നു. എന്തുകൊണ്ട് വൈദ്യസഹായം നൽകുന്നതിൽ പഞ്ചാബ് സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി ഇന്നലെയും ചോദിച്ചത്. എന്നാൽ നിരവധി തവണ തങ്ങൾ ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പഞ്ചാബ് സർക്കാർ സൂചിപ്പിച്ചു. എന്നാൽ ദല്ലേവാൾ ഈ തങ്ങളോട് സഹകരിക്കാത്തൊരു സമീപനമാണ് തുടരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് വീണ്ടും സമയം നീട്ടി നൽകണം എന്നൊരു ആവശ്യം സുപ്രീം കോടതിയെ ഈ പഞ്ചാബ് സർക്കാർ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് നാളെ വരെ ആ സമയം നീട്ടി നൽകിയിട്ടുള്ളത്. നാളേക്ക് മുമ്പായി അദ്ദേഹത്തിന് വൈദ്യസഹായം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതേസമയം കർഷകർ പറയുന്നു, ഈ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ വൈദ്യസഹായം സ്വീകരിക്കാമെന്ന് കർഷകർ പഞ്ചാബ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഒരു മാസം കഴിഞ്ഞ് ഏകദേശം ഒരു 37 ദിവസമാവുകയാണ് ദല്ലേവാൾ ഈ ഖനൌരി അതിർത്തിയിൽ സമരം തുടങ്ങിയിട്ട്. നവംബർ 26-നാണ് സമരം ആരംഭിച്ചത്. അതിന് പിന്നാലെ നിരവധി ആയിട്ടുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി അടക്കം സർക്കാരിനെ വിമർശിക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു പരിഹാരമായി കാണേണ്ടത്. ഈ അദ്ദേഹത്തിന്റെ ദല്ലേവാളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ആശങ്കയാണ് നിലവിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം താഴുന്നതും അതോടൊപ്പം ഹൃദയസ്തംഭനം അടക്കത്തിൽ വരാനുള്ള സാധ്യതകളൊക്കെയും കഴിഞ്ഞ ദിവസം നടന്ന ഒരു വൈദ്യ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിലടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിനൊരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാർ ആയിരിക്കും എന്നുള്ളതും കർഷകര് മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ 4-ാം തീയതി ഒരു മഹാപഞ്ചായത്തിന് കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ നടപടിയിലേക്ക് അല്ലെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ ഇനി അറിയേണ്ടത് അതാണ്. കാരണം ഇപ്പോഴും സർക്കാർ ഒരു അനുകൂലമായ നിലപാടോ ചർച്ചയ്ക്കോ തയ്യാറാകാത്ത ഘട്ടത്തിൽ ഏത് വിധമാണ് ഇനി കർഷകർ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിൻ തടയലും റോഡ് തടയലും അടക്കമുള്ള കർശനമായ സമര രീതികളിലേക്കൊക്കെ അവർ കടന്നിരുന്നല്ലോ. ഇക്കഴിഞ്ഞ സംസ്ഥാന വ്യാപകമായൊരു ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ബന്ദിൽ റോഡ് റെയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അതിനു മുന്നേയും ഒരു മഹാപഞ്ചായത്ത് അടക്കം ചേർന്നുകൊണ്ടുള്ള നടപടി, നേരത്തെയും റെയിൽ റോക്കോ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ പ്രക്ഷോഭം ഘടിപ്പിക്കുന്ന ഒരു നിലപാട് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പോലും ഇതിനെയൊക്കെയും നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മൗനം തുടരുന്നൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ കുറെ കാലങ്ങളായി നടത്തുന്നത്. അപ്പൊ അതിൽ നിന്നും മാറിക്കൊണ്ട് ഇതിൽ ഒരു ചർച്ച ആവശ്യമാണ് എന്നുള്ള
കാര്യം തന്നെ കർഷകർ നിരവധി തവണ ചൂണ്ടിക്കാണിച്ചതാണ്. വീണ്ടും ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭങ്ങൾ ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയതര കിസാൻ വിഭാഗവും സംയുക്ത കിസാൻ മോർച്ചയും അതോടൊപ്പം മസ്ദൂർ മോർച്ചയുമാണ് ഇപ്പോൾ സമരത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മറ്റ് കർഷക സംഘടനകളെയൊക്കെ തന്നെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മറ്റ് ചെറിയ സംഘടനകളടക്കം ചേർന്നുകൊണ്ട് ഇതിനെ ഒരു വലിയ സമരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ആണ് എടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം അതിന്റെ ഭാഗമായാണ് ഒരു മഹാപഞ്ചായത്ത് ജനുവരി 4-ാം തീയതി നടത്താൻ വേണ്ടി കർഷകർ തീരുമാനിക്കുന്നുണ്ട്. അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരടക്കം ആ ഒരു സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു വരികയും കനൗരി ഹരിയാന അതിർത്തിയിലൊക്കെ തന്നെയും മറ്റ് സംസ്ഥാനത്തുള്ള കർഷകർ വന്നുകൊണ്ട് സംഘടിച്ചുകൊണ്ട് ആ സമരത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള സമീപനം കൂടിയൊക്കെ ഈ കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്കാണ് കർഷകർ പോകുന്നത്. ഈ മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് കർഷകർ നടത്തിയിട്ടുള്ളത്. അന്ന. ശരി, സ്വാതി, വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് സ്വാതിയാണ്. ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ്. 37 ദിവസമായി നിരാഹാര സമരം തുടങ്ങിയിട്ട് ഈ വൈദ്യസഹായം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് പഞ്ചാബ് സർക്കാർ കൃത്യമായ ഒരു നിലപാട് പറയേണ്ടതുണ്ട്. ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് കർഷകർ ഉള്ളത്. അടുത്ത ദിവസങ്ങളിൽ സമരം ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും ചെറിയ സംഘടനകൾ കൂടി ഈ കർഷക സംഘടനകൾക്കൊപ്പം ചേർന്നുകൊണ്ട് സമരം വിപുലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതിയാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.